സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകൾ ധാരാളമുണ്ടെങ്കിലും ഒരു ടോപ്പിക് മാത്രം അടിസ്ഥാനമാക്കിയുള്ള മോക്ക് ടെക്സ്റ്റ് വീഡിയോകൾ പരിമിതമാണ്. മോക്ക് ടൈം എന്ന ഈ ചാനലിലൂടെ ഓരോ വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവ് സ്വയം വിലയിരുത്താനാകും. വീഡിയോകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആകെ നാട്ടുരാജ്യങ്ങൾ എത്രയാണ്? എ 565, ബി 552, സി 549. ആൻസർ എ 565. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ എത്രയാണ്? എ 555, ബി 552, സി 549. ആൻസർ ബി 552. തന്നിരിക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനിൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ വേഗം അംഗമാവാത്തത് ഏതാണ്? എ കാശ്മീർ, ബി ജുനഗഡ്, സി ഹൈദരാബാദ്. ആൻസർ ഇവ മൂന്നും. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? എ നെഹ്റു, ബി സർദാർ പട്ടേൽ, സി വി.പി. മേനോൻ. ആൻസർ ബി സർദാർ പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരായിരുന്നു? എ ചേറ്റൂർ ശങ്കരൻ നായർ, ബി വി.കെ. കൃഷ്ണമേനോൻ, സി വി.പി. മേനോൻ. ആൻസർ സി വി.പി. മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നീ കൃതികളുടെ രചയിതാവാരാണ്? എ സർദാർ പട്ടേൽ, ബി നെഹ്റു, സി വി.പി. മേനോൻ. ആൻസർ സി വി.പി. മേനോൻ. പാടുപെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളുടെ വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? എ സർദാർ പട്ടേൽ, ബി നെഹ്റു, സി സർദാർ പണിക്കർ. ആൻസർ എ സർദാർ പട്ടേൽ. എനിക്ക് ഒരു കൾച്ചറേ അറിയാവൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? എ സർദാർ പട്ടേൽ, ബി നെഹ്റു, സി വി.പി. മേനോൻ. ആൻസർ എ സർദാർ പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി തയ്യാറാക്കിയ ലയന കരാറിൽ 1947 ഒക്ടോബർ 26 ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏത്? എ തിരുവിതാംകൂർ, ബി കാശ്മീർ, സി ജുനഗഡ്. ആൻസർ ബി കാശ്മീർ. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? എ ഹൈദരാബാദ്, ബി കാശ്മീർ, സി ജുനഗഡ്. ആൻസർ സി ജുനഗഡ്. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? എ ഹൈദരാബാദ്, ബി കാശ്മീർ, സി തിരുവിതാംകൂർ. ആൻസർ എ ഹൈദരാബാദ്. രസാക്കർസ് എന്ന സന്നദ്ധ സൈനിക വിഭാഗം താഴെ തന്നിരിക്കുന്ന ഏത് നാട്ടുരാജ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? എ ഹൈദരാബാദ്, ബി കാശ്മീർ, സി ജുനഗഡ്. ആൻസർ എ ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ചത് എന്ന്? എ 1948 ഡിസംബർ 15, ബി 1950 ഡിസംബർ 15, സി 1948 ഡിസംബർ 12. ആൻസർ ബി 1950 ഡിസംബർ 15. സർദാർ പട്ടേൽ അറിയപ്പെട്ടിരുന്നത്? എ ഇന്ത്യൻ ബിസ്മാർക്ക്, ബി ബർദോളി സമരനായകൻ, സി ഇന്ത്യയുടെ ഉഴുക്കുമനുഷ്യൻ. ആൻസർ ഇവ മൂന്നും. സർദാർ എന്ന വിശേഷണം വല്ലഭായ് പട്ടേലിന് നൽകിയത് ആരാണ്? എ സുഭാഷ് ചന്ദ്രബോസ്, ബി ഗാന്ധിജി, സി നെഹ്റു. ആൻസർ ബി ഗാന്ധിജി.